2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ത്രികോണ പോരാട്ടം നടക്കുന്ന നിരവധി സ്ഥലങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട സ്ഥലം എന്ന് പറയുന്നത് തലസ്ഥാനം തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരത്ത് എന്ത് തരം മാറ്റമാണ് 2026 സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള നിർണായകമായിട്ടുള്ള ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. തീർച്ചയായിട്ടും വമ്പൻ അട്ടിമറികൾ സംഭവിക്കാം. നിലവിൽ LDFന് വളരെയധികം തരത്തിൽ ഒരു ഭൂരിപക്ഷ നേട്ടമുണ്ടാക്കാനായിട്ട് 2021 സാധിച്ചിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. പക്ഷേ 2026 അത് സാധ്യമാകുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വമ്പൻ അട്ടിമറികൾ സംഭവിക്കുമെന്നും LDFന് സീറ്റുകൾ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും തന്നെയാണ് ചില രാഷ്ട്രീയ സർവേകൾ പറയുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ചില രാഷ്ട്രീയ സർവേകൾ, രാഷ്ട്രീയ കണക്കുകൾ, അതോടൊപ്പം തന്നെ പലതരത്തിലുമുള്ള വിലയിരുത്തലുകളൊക്കെ തന്നെ നോക്കുമ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ആദ്യം പറയേണ്ട 2021 സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. LDFന്റെ ഒരു തരംഗം, LDFന്റെ ഒരു തൂത്തുവാരൽ എന്ന് വേണമെങ്കിൽ എടുത്തു പറയാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് 2021 തിരുവനന്തപുരത്ത് സംഭവിച്ചതെന്ന് പറയുന്നത്. തിരുവനന്തപുരത്തെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിഭാഗം സീറ്റുകളിലും വിജയിച്ചത് LDF ആയിരുന്നു. അവിടെ UDFന് വളരെ ചുരുങ്ങിയ സീറ്റുകൾ മാത്രമേ നേടാൻ സാധിച്ചു. BJPക്ക് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ 2026 വരുമ്പോഴത്തേക്കും പല വമ്പൻ മാറ്റങ്ങളും സംഭവിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെയും വമ്പൻ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. BJP പലയിടത്തും ഒന്നാം സ്ഥാനത്ത് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയുണ്ടായിട്ടുണ്ടായിരുന്നു. LDF പിന്തള്ളപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും UDFന് പലയിടങ്ങളിലും മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴത്തേക്കും അത് നേരെ മാറിയാം. പക്ഷെ 2026 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴത്തേക്കും കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും, ഓരോ സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, കഴക്കൂട്ടം, അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, അരുവിക്കര, പാറശാല, കാട്ടാക്കട, കോവളം, നെയ്യാറ്റിൻകര ഇവിടങ്ങളിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിലാദ്യമേ നമുക്ക് ചിറയൻകീഴ് വെച്ച് തുടങ്ങാം. ചിറയൻകീഴ് നോക്കുമ്പോഴത്തേക്കും ചിറയൻകീഴ് നിലവിൽ LDF സീറ്റാണ്. അവിടെ LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് സർവേ വെളിപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് നെടുമങ്ങാടിലേക്ക് വരുമ്പോഴത്തേക്കും നെടുമങ്ങാടിലെ ഒരു ട്വിസ്റ്റ് സംഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അവിടെ BJP വോട്ടുകൾ നിർണായകമാകുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവിടെ ഒരു ത്രികോണ പോരാട്ടം നടക്കാനായിട്ടുള്ള സാധ്യത നിലവിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യത്തിന് ഒരു 50-50 ചാൻസ് തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. വിജയ സാധ്യത എന്ന് എടുത്തു പറയേണ്ടി വരും. ഇനി നേരെ ആറ്റിങ്ങലിലേക്ക് പോയി കഴിഞ്ഞാൽ ആറ്റിങ്ങലിൽ വമ്പൻ ട്വിസ്റ്റ് സംഭവിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. LDFന് ഏറ്റവും വലിയ തേരോട്ടം ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് BJP ഒന്നാം സ്ഥാനത്ത് എത്തിയ ഒരു സ്ഥലമായിരുന്നു ആറ്റിങ്ങൽ എന്ന് പറയുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അവിടെ തീർച്ചയായിട്ടും ഒരു കടുത്ത പോരാട്ടം LDFും BJPയും തമ്മിൽ നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് 100% എടുത്തു പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഒരു 50-50 ചാൻസ് തന്നെയാണ് അവിടെ LDFനും BJPക്കും നിലനിൽക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. ഇനി വർക്കലയിലേക്ക് വരുമ്പോഴത്തേക്കും വർക്കലയിൽ തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റിനാണ് കാര്യങ്ങൾ മാറുന്നത്. അവിടെ BDGS സ്ഥാനാർത്ഥി മാറി BJP സ്ഥാനാർത്ഥി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഒരു ത്രികോണ പോരാട്ടമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് 100% ഉറപ്പാണ്. അവിടെ ഒരു പ്രവചനാതീതമാവുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരാം. അവിടെ UDFനും LDFനും BJPക്കും സാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ. ഇനി നേരെ വാമനപുരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വാമനപുരത്ത് തീർച്ചയായിട്ടും LDF സീറ്റാണ്. അത് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നു. കഴക്കൂട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 50-50 ചാൻസ് ആയിട്ട് മാറുന്ന സ്ഥലമായി കഴക്കൂട്ടം മാറുന്നു. LDFനും BJPക്കും ഒരുപോലെ വിജയ സാധ്യത വളരെ വലിയ തോതിൽ നിലനിൽക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുന്നുണ്ട്. BJP സ്ഥാനാർത്ഥി നിർണ്ണയം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. പ്രതീക്ഷയ്ക്ക് ഒത്തുയരുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്താനായിട്ട് BJPക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒരു അട്ടിമറി പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ഥലമായിട്ട് കഴക്കൂട്ടം മാറിയിരിക്കുന്നു. വട്ടിയൂർക്കാവിൽ നിലവിൽ LDF സീറ്റാണെങ്കിൽ പോലും അവിടെ BJPക്ക് വളരെ വലിയ തോതിലുള്ള വിജയ സാധ്യത നിലനിൽക്കുന്നു. കടുത്ത ഒരു മത്സരാർത്ഥിയെ നിർത്താനായിട്ട് BJPക്ക് അവിടെ സാധിച്ചു കഴിഞ്ഞാൽ ആ സീറ്റ് അട്ടിമറിക്കപ്പെടുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരുമെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് വട്ടിയൂർക്കാവ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു 50-50 ചാൻസ് നിലനിൽക്കുന്നു. BJPക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു മുൻതൂക്കം കാണുന്ന തരത്തിലൂടെ കാര്യങ്ങൾ മാറുന്നു. ഇനി തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നിലവിൽ LDF സീറ്റാണ്. അവിടെ ഒരു 50-50 ചാൻസ് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിലവിലും ഒരു LDF UDF BJP ഫൈറ്റിലേക്ക് പോകുമ്പോൾ LDFന് നേരിയ തോതിലൊരു മുൻതൂക്കം കാണുന്നുണ്ട്. ഇനി നിയമത്തേക്ക് വരുമ്പോഴത്തേക്കും അത് LDF സീറ്റാണ്. പക്ഷേ അത് BJPയിലേക്ക് പോകാനായിട്ട് ഏറ്റവും വലിയ സാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് നിയമം എന്ന് പറയുന്നത്. BJP കടുത്ത ഒരു മത്സരം നടത്താനും അവിടെ ഒരു അട്ടിമറി
നേടിയെടുക്കാനുമായിട്ട് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്ന ഒരു സ്ഥലമായിട്ട് നിയമം മാറിയിരിക്കുന്നു. അവിടെ ഒരു കടുത്ത മത്സരം നടക്കും. അവിടെ BJPക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ കരുത്തുറ്റ മത്സരാർത്ഥിയെ നടത്താൻ സാധിച്ചു കഴിഞ്ഞാൽ വിജയം കൈവരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. പാറശാലയിലേക്ക് വന്നു കഴിഞ്ഞാൽ പാറശാല നിലവിൽ LDF സീറ്റാണ്. അത് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നു. ഇനി അരുവിക്കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ LDF, UDF, BJP ഇതിൽ BJP വോട്ട് നിർണായകമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ഒരു 50-50 ചാൻസ് നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ഇനി കാട്ടാക്കടയിലേക്ക് വന്നു കഴിഞ്ഞാൽ കാട്ടാക്കട നിലവില് LDF സീറ്റാണ്. അവിടെയും BJP വോട്ടുകൾ നിർണായകമായി മാറും. അവിടെ ത്രികോണ പോരാട്ടമായി കാര്യങ്ങൾ മാറിയെന്ന് വരാം. BJP വോട്ടുകളായാലും 40,000 അടുപ്പിച്ച് വോട്ടുകൾ BJPക്ക് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും അവിടെ ഒരു കടുത്ത ത്രികോണ പോരാട്ടം നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. കോളം നിലവിൽ UDF സീറ്റാണ്. അവിടെ UDF നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. നെയ്യാറ്റിൻകര വരുമ്പോഴത്തേക്കും നെയ്യാറ്റിൻകര നിലവിൽ LDF സീറ്റ് ആണെങ്കിൽ പോലും അവിടെയും ഒരു കടുത്ത മത്സരം നടക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറാം. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ LDFിന് നേരിയ തോതിലുള്ള മുൻതൂക്കം കാണുന്നു എന്നുള്ളതും വ്യക്തമാണ്. അങ്ങനെ മൊത്തമായി നോക്കുവാണെങ്കിൽ ഈ 14 നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വളരെ കടുത്ത മത്സരം നടക്കുന്ന ഒരു സ്ഥലങ്ങളായിട്ട് പലയിടവും മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും ഈ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ പലതിലും LDFിന് അടിപതർന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. അത് നിലവിൽ LDF സീറ്റുകൾ പരമാവധി ഉള്ള സ്ഥലത്ത്, അതായത് 14-ൽ 13-ലും LDF ആണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ 13-ൽ നിന്നും 10-ൽ താഴെ പോകുന്ന തരത്തിലുണ്ട്. അത് തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. അത് ചിലപ്പോൾ 8-ൽ തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് വരാം. അതിൽ BJPക്ക് സീറ്റുകൾ നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് വരാം. അതായത് LDFിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ഒരു 8 സീറ്റുകൾ എന്നുള്ള തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരാം. അതിൽ BJP സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു 3 സീറ്റ്, 2 അല്ലെങ്കിൽ 3 സീറ്റെങ്കിലും മാക്സിമം പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. UDFിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവർക്ക് ഒരു 3 സീറ്റിൽ വിജയസാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതും വ്യക്തമാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും LDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് നഷ്ടമുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും. BJP സംബന്ധിച്ചിടത്തോളം അവിടെ അക്കൗണ്ട് തുറക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും. UDFിനെ സംബന്ധിച്ചിടത്തോളം സീറ്റുകളുടെ കാര്യത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്ന് വരാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നഷ്ടം സംഭവിക്കുന്നത് LDFിന് തന്നെയാണ് എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഈ സർവേകളെ വെല്ലുന്ന തരത്തിലുള്ള അട്ടിമറികൾ അവിടെ സംഭവിക്കുമോ? പ്രതീക്ഷിക്കാത്ത തരംഗം അവിടെ ഉണ്ടാകുമോ? എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ അവിടെ സംഭവിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. കാത്തിരിക്കാം എന്തായിരിക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായി.